കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് നിരവധി പോസ്റ്റുകൾക്കിടയിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയൊരു പോസ്റ്റ് മേഘയുടെയും സൽമാന്റെയും തന്നെയായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമാകുമ്പോഴേക്കും ഇതാ സൽമാനെയും മേഘയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ഇപ്പോൾ അമ്മയോടൊപ്പം ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച മേഘയുടെ ചിത്രങ്ങളായിരുന്നു വൈറലായത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഒരു ദുഃഖവാർത്തയാണ് ഇരുവരും പങ്കുവയ്ക്കുന്നത്. അവർ ഓമനിച്ച് താലോലിച്ച് വളർത്തിക്കൊണ്ട് വന്നിരുന്ന അവരുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഹാക്കായി അത് ഡിലീറ്റ് ആയിരിക്കുകയാണ് എന്നാണ് സൽമാനും മേഘയും അറിയിക്കുന്നത്. ഇതിനെ നന്നാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ മേഘയും സൽമാനും എല്ലാവരോടും ചോദിക്കുകയാണ്. ഞങ്ങൾ പരമാവധി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഇതിനാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങളടുത്ത് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് മേഘയും സൽമാനും എത്തുകയാണ്. എന്നാൽ ഇത് എന്താണ് സംഭവം എന്നാണ് പലരും ചോദിക്കുന്നത്. ആദ്യമൊക്കെ ഇവരുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് സൽമാൻ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം യൂട്യൂബിൽ അത് കാണുന്നില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. വളരെയധികം വിഷമം തോന്നുന്നു അത് കണ്ടപ്പോൾ. എന്ത് സംഭവിച്ചതാണെന്ന് അറിയില്ല, ഹാക്ഡ് ചെയ്തതാണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾ ദയവ് ചെയ്ത് അതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയാണ് ആ യൂട്യൂബ് ചാനൽ. ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ അതിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പോലെ വളർത്തിയെടുത്തുകൊണ്ട് വന്നതാണ്. പലപ്പോഴും ഞങ്ങൾ വീഡിയോ ഇടാൻ മടിക്കാറുണ്ട്. അത് ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ടാണ്. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട്. ആറ്റുകാൽ വീഡിയോ ഉൾപ്പെടെ പലതും നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങൾ അതെന്ത് ചെയ്യുമെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് മേഘയും സൽമാനും എത്തുകയാണ്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് സഞ്ജുവും ലക്ഷ്മി എന്ന പ്രേക്ഷകർ കഥാപാത്രത്തെ സ്നേഹത്തോടെ വിളിക്കുന്ന മേഘയും സൽമാനും. ആ സീരിയലിൽ ഇരുവരും ഒന്നിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ആഗ്രഹം. എന്നാൽ ആ ക്ലൈമാക്സിൽ ഇരുവരും ഒന്നിച്ചില്ല. രണ്ടുപേരും രണ്ട് വഴിക്കായി. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇവർ ഒന്നിച്ചു. അതാണ് മറ്റൊരു സന്തോഷം. അതുകൊണ്ട് തന്നെ മേഘയുടെയും സൽമാന്റെയും ആരാധകർക്ക് അന്നു മുതൽ ഇതൊരു സന്തോഷ വാർത്തയാണ്. എന്തൊക്കെ പറഞ്ഞാലും മേഘയോടൊപ്പം സൽമാനോടൊപ്പമുള്ള സന്തോഷ വാർത്തകൾ പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കാറുണ്ട് എന്ന് തന്നെ പറയാം. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തോന്നാറുമുണ്ട്. പാച്ചൂക്ക എന്നാണ് സൽമാനെ മേഘ വിളിക്കുന്നത്. വളരെ പണ്ടേ തന്നെ അങ്ങനെയാണ്. ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഇവർ വിവാഹം കഴിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറഞ്ഞൊരു കാരണം തന്നെയാണ്. എന്നാൽ പ്രായ വ്യത്യാസത്തിൻ്റെ ബുദ്ധിമുട്ട് ഇരുവർക്കും തമ്മിൽ തോന്നുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് തോന്നിയിട്ട് കാര്യമില്ല. മേഘ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാസത്തിൽ 15 ദിവസവും തമിഴ്നാട്ടിൽ ഷൂട്ടിംഗ് ഉണ്ട്. ബാക്കി 15 ദിവസമാണ് മേഘ ഇവിടെ ഉണ്ടാവുക. ആ സമയത്തെല്ലാം തന്നെയാണ് പ്രൊജക്റ്റും ബാക്കി കാര്യങ്ങളും ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത് മേഘ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനം വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ വിവാഹശേഷവും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സൽമാൻ നോക്കി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് മേഘയ്ക്ക് തമിഴിൽ ഓഫർ ലഭിച്ചത്. വേണ്ട എന്ന് വെക്കണ്ട എന്ന് കരുതി തന്നെ അതും ഏറ്റെടുത്തു. മാസത്തിൽ 15 ദിവസമാണ് അവിടെ ഷൂട്ടുള്ളത്. ആദ്യത്തെ പകുതിയിൽ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടാകും. തിരുവനന്തപുരത്ത് തന്നെയാണ് മേഘയും സൽമാനും ഏറ്റവും കൂടുതൽ നിൽക്കാറുള്ളത്. രണ്ടുപേർക്കും തിരുവനന്തപുരത്തേക്ക് വരാൻ ഇഷ്ടമാണ്. ഈ ഇടയ്ക്കാണ് ഇരുവരും ചെന്നൈയിൽ ഫ്ലാറ്റ് വാങ്ങിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.